ഹായ് ഓൾ. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള നാലാമത്തെ ബ്ലോക്കാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇളങ്കോ അടികൾ എഴുതിയിട്ടുള്ള സിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് പോയട്രിയെ കുറിച്ചിട്ട് ഒരു തമിഴ് എപ്പിക്കായിട്ടുള്ള സിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പോയട്രിയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു സമ്മറിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അഥവാ ഇളങ്കോ അടികളിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാലേ നമ്മുടെ സിലപ്പതികാരം നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കടന്നു പോകലില്ലാന്ന്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സംഘം ലിറ്ററേച്ചർ. അവരുടെ ഒരു സാധാരണ ലിറ്ററേച്ചറിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ട്. സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു നാലാമത്തെ ബ്ലോക്കിൽ നിന്ന് കാര്യമായിട്ട് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചും മേ ബി ഇതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പം ഇത് എന്തായാലും അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇളങ്കോ അടികൾ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അഥവാ അന്നത്തെ ഗ്രേറ്റസ്റ്റ് തമിഴ് പോയറ്റ്സ് അതിൽ പ്രധാനപ്പെട്ട 5 പോയറ്റിൽ ഉൾപ്പെടുന്ന ആളാണ് നമ്മുടെ ഇളങ്കോ അടികൾ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അത് മാത്രമല്ല അദ്ദേഹം ഒരു ഒരു യങ്ങ രാജകുമാരനാണെന്നൊക്കെ പറയാം. നമ്മുടെ ചേര കിങ് ആയിട്ടുണ്ടായിരുന്ന സെങ്കുട്ടുവൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയനാണ് നമ്മുടെ ഇളങ്കോ അടികൾ എന്ന് പറയുന്ന ആള്. സോ അദ്ദേഹം ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ലക്ഷറി ലൈഫിൽ നിന്നൊക്കെ മാറി സ്വയം സന്യാസിയായിട്ട് ഒരു സേജായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു ജൈനിസം ഒരു ജെയിൻ ആയിട്ടുള്ള ഒരു ആ ഒരു വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണ്. സോ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അഥവാ നമ്മൾ ജൈനിസം എന്ന് പറയുമ്പം നോൺ വയലൻസ്, കർമ്മ, അങ്ങനത്തെ അതുപോലെ ട്രൂത്ത്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ജൈനിസത്തിൻ്റെ അവരുടെ ഒരു വിശ്വാസങ്ങളിൽ പെടുന്ന സംഭവം എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇതൊരു ട്രാജിക് ആയിട്ടുള്ള ഒരു പോയട്രിയാണ്. അഥവാ ഒരു ട്രാജിക് സ്റ്റോറി പറയുന്ന കണ്ണകി, കോവലൻ എന്ന് പറയുന്ന ആളുകളുടെ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തമിഴിൽ തന്നെ എക്കാലത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിക്കാണ് സിലപ്പതികാരം എന്ന് പറയുന്നത്. ഇതൊരു 3 ബുക്കായിട്ടാണ് ഉള്ളത്. അഥവാ ഒന്നാമത്തെ ബുക്കിൽ പുഖാർ ഖണ്ഡം, അതുപോലെ രണ്ടാമത്തെ പുസ്തകമാണ് മധുരൈ ഖണ്ഡം, ദെൻ മൂന്നാമത്തെ പുസ്തകം വാഞ്ചി ഖണ്ഡം. ഇത് മൂന്ന് സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. അഥവാ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അവർ നേരിട്ടിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളിലൂടെയാണ് ഈ ത്രൂ ഔട്ട് ഈ കഥ പോകുന്നത്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് നമുക്ക് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഉള്ള ലിറ്ററേച്ചറാണ് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ നമ്മൾ തമിഴ് ലിറ്ററേച്ചറാണ്. അതിൽ 400 BC മുതൽ 250 CE വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വന്ന പോയട്രികളെ, ആ ഒരു എഴുത്തുകളെ, ലിറ്ററേച്ചേഴ്സിനെയാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അഥവാ കുറച്ച് പോയറ്റ്സിൻ്റെയും കുറച്ച് സ്കോളേഴ്സിൻ്റെയും ഒക്കെ ഒരു അസംബ്ലി അല്ലെങ്കിൽ ഒരു അക്കാദമി, അതാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അവരുടെ വർക്കുകൾ, ആ കാലത്തുണ്ടായിരുന്ന ആ ഒരു കാലത്തിനിടയിൽ വന്ന വർക്കുകളാണ് സംഘം ലിറ്ററേച്ചറിൽ കാര്യമായിട്ട് ഉൾപ്പെടുന്നത്. അത്രയേ ഉള്ളൂ സംഘം ലിറ്ററേച്ചർ. പക്ഷെ അവരെ എഴുത്തുകളിൽ മറ്റുള്ള സാധാ സംസ്കൃത ആയിട്ടുള്ള വർക്കുകളേക്കാൾ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സംഘം ലിറ്ററേച്ചർ കാണപ്പെടുന്നത്. ഇനി അതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ആദ്യത്തെ ഏർലി ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സൊക്കെ നമ്മുടെ റിലീജിയസ് വൈസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഷ്യൻ്റ് മിത്തുകൾ, അതുപോലെ ഒരു ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ലിറ്ററേച്ചറാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ സംഘം ലിറ്ററേച്ചർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അഥവാ ഇവരുടെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ 2 തീമുകളാണ് ഇവർക്കുണ്ടായിരുന്നത്. ഒന്നാമത്തെ തീമാണ് ലവ് എന്ന് പറയുന്നത്. ഒരു ലവ് എന്ന് പറയുന്നത് അകം എന്നാണ് ആ ഒരു തീമിനെ പറയുന്നത്. ലവ് ആയിട്ടുള്ളതെല്ലാം അകം പോയട്രീസ് ആയിട്ടും, അതുപോലെ രണ്ടാമത്തെ തീമാണ് ഹീറോയിസം. അഥവാ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പവറുള്ള ഒരാളുടെ അവരെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഹീറോയിസം എന്ന് പറയുന്ന രണ്ടാമത്തെ തീമിൽ പെടുന്നത്. ഇത് പുറം കൺസെപ്റ്റിൽ വരുന്നതാണ്. സോ അങ്ങനെ ഈ അകം പുറം എന്ന് പറഞ്ഞുള്ള 2 തീംസാണ് നമ്മുടെ തമിഴ് ലിറ്ററേച്ചർ ആയിട്ടുള്ള സംഘം ലിറ്ററേച്ചറിൽ നമുക്ക് കൂടുതലായിട്ടും അന്ന് കാണാൻ പറ്റിയിരുന്നത്. നമ്മുടെ ആൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇതിനെ അതാണ് കേട്ടോ. പീരിയഡിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ 3 ടൈപ്സ് ഓഫ് വർക്ക്സ് ആയിരുന്നു. അഥവാ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇതൊരു തമിഴ് ടച്ചുള്ള സംഭവങ്ങളാണ്. സോ നമ്മൾ ഇംഗ്ലീഷിലാക്കി എഴുതുമ്പോഴും നമുക്കത് വായിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ നമ്മളിത് പഠിച്ചേ പറ്റൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഈ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് എസ്സേ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വിശദീകരിച്ച്
എഴുതി വെക്കേണ്ടി വരും. അപ്പം മെയിൻ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള ഒരു 3-4 പോയിന്റുകൾ പഠിച്ചിരിക്കൽ മസ്റ്റാണ്. അപ്പം അത് പറയാനും അത് വായിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കോഡോ കാര്യങ്ങളോ ഉപയോഗിച്ച് നമ്മളത് പഠിച്ച് വെച്ചിരുന്നാൽ നമുക്ക് എക്സാം എഴുതുമ്പം നമുക്കതിൻ്റെ എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ആക്കി എഴുതാൻ പറ്റും. സോ ആ ഒരു പീരീഡിലുണ്ടായിരുന്ന 3 തരം ടൈപ്പ് ഒരു വർക്ക്സാണ്. അതിൽ ഒന്നാമത്തെ സംഭവമാണ് 8 തോക്കൈ എന്ന് പറയുന്ന ഒരു 8 ആന്തോളജീസ്, 8 ടൈപ്പ് ഓഫ് പോയംസ്. അതുപോലെ രണ്ടാമത്തെ വിഭാഗമാണ് 10 പാട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു ലോങ് പോയമാണ്. അതിൽ 10 തരത്തിലുള്ള പോയംസ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ മൂന്നാമത്തേതാണ് തോൽക്കപ്യം എന്ന് പറയുന്നത്. ഇത് ഒരു ഗ്രാമർ ആയിട്ടുള്ള സംഭവം. അതിൽ ഒന്നാമത്തേതാണ് 8 തൊക്കൈ എന്ന് പറയുന്ന ആ ഒരു 8 ആന്തോളജീസ്. അതിൽ വരുന്നത് കുറുന്തോക്കൈ, അതുപോലെ നരിനായ്, ദെൻ അഗനൊരു നൊരു, ദെൻ ഐൻ കുറുനൊരു, കളിറ്റോക്കൈ, അങ്ങനത്തെ ഒരു 8 തരം പോയംസ് അതിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 5 തീം വരുന്നത് ലവ് അഥവാ അകം ആയിട്ടുള്ള പോയട്രീസ് ആണ്. പിന്നത്തെ 2 വരുന്നത് ഹീറോയിസം ആണ്. ദെൻ 8 വരുന്നത് ലവ് ഹീറോയിസം ഒരുമിച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ പോയംസ് ശരിക്കും ഒരു റിഫ്രഷിങ് ചേഞ്ച് ആണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ആൻഷ്യൻ ലിറ്ററേച്ചറിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു സംഭവങ്ങൾ തന്നെ. മതമായി കണക്ഷൻ ഇല്ല എന്ന് പറയുമ്പോഴും തീരെ റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് അല്ല എന്നല്ല പറയുന്നത്. ബട്ട് ഇത് ഓൺലി റിലീജിയസ് ബേസ്ഡ് അല്ല ഈ അധിക പോയംസും എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ 10 പാട്ടിൽ ഇതിൽ 10 തരം ലോങ് പോയംസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കുറിഞ്ഞിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10ഓളം പേരുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തോൽക്കപ്യം എന്ന് പറയുന്നത് ആ ഒരു തമിഴ് പോയറ്റിൻ്റെ അതിൻ്റെ റൂൾസ്, നോംസ്, അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രാമർ ടൈപ്പ് ആയിട്ടുള്ള ഒരു പോയംസിനെയാണ് തോൽക്കപ്യം എന്ന് പറയുന്നത്. പിന്നീട് ടെക്സ്റ്റിൽ നമ്മുടെ തമിഴ് പോയറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ സംസ്കൃത് പോയറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സംഭവത്തെ പറയുകയാണെങ്കിൽ അതിൽ നിന്നും രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. അതിൻ്റെ ഒരു ഡിഫറൻസ് ഇമോഷൻസ് ഓഫ് രസാസ്, ആ രസ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇമോഷൻസിൻ്റെ ഡിഫറൻസ് ആണ് ഈ ഒരു തമിഴ് പോയട്രിയും സംസ്കൃത പോയട്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അഥവാ സംഘം പോയട്രികളിൽ എന്താണ് ഇമോഷൻസിനെ പോർട്രേ ചെയ്യുന്നത് ഒരു ജിയോഗ്രഫിക്കൽ സംഭവങ്ങളെ ഫിസിക്കലായിട്ട് കൊണ്ടുവന്നിട്ടാണ്. അഥവാ ഹിൽസ്, ഷോറ്, ഫോറസ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു ഇമോഷൻ കാണിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, തിന എന്ന് പറയുന്നത്. തിന എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാധാരണ സംസ്കൃതത്തിൽ ആയിട്ടുള്ള ഒരു പോയട്രിയിലൊക്കെ നമ്മുടെ ആ ഒരു ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പല രസങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇമോഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ തമിഴ് പോയട്രി, സംഘം പോയട്രിയിൽ ഉപയോഗിക്കുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആയിട്ട് കൊടുത്തിട്ട്, അഥവാ ഒരു ഹിൽസ് എന്നൊക്കെ പറയുമ്പം അതിന് ഒരു ലവേഴ്സ് മീറ്റിങ്ങിൻ്റെ ഒരു പ്ലേസ് ആയിട്ട് പറയും. അതുപോലെ ഒരു ഷോർ എന്നൊക്കെ പറയുമ്പം അതിനൊരു എന്താ പറയുക, ഒരു സീക്രട്ട് മീറ്റിംഗ് സ്ഥലം പോലെ പറയും. അതുപോലെ നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയക്ക് അനുസരിച്ചുള്ള ഇമോഷൻസിനെ ആണ് നമ്മുടെ ഈ തമിഴ് പോയട്രിയിൽ പറയാം. ഇതിനെയാണ് തിന എന്ന് പറയാം. ഇതൊക്കെ എക്സാമിന് നമുക്ക് ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ സംഘ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും എഴുതേണ്ട പോയിന്റുകളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു മസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി വെച്ചാൽ ആ നോട്ട് മാത്രം പഠിച്ചിട്ട് അത് ഒന്ന് എക്സ്പ്ലോർ ആക്കിയിട്ട് എഴുതിയാൽ മതി. നമുക്ക് സബ് ഹെഡിങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ട് എഴുതിയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അഥവാ ഇനി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 ഇമോഷൻസിനെ കുറിച്ചിട്ട്, അഥവാ 5 പ്ലേസ് വെച്ചിട്ടുള്ള ഇമോഷൻസ് കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കുറിഞ്ഞി എന്ന് പറയുന്നത്. അതൊരു ഹിൽസ് ആണ്. സോ അതിനെ ഒരു ലവേഴ്സ് മീറ്റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തേതാണ് നെയ്താൽ എന്ന് പറയുന്നത്, അഥവാ സീ ഷോർ. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ലവേഴ്സിൻ്റെ ഒക്കെ ഒരു സീക്രട്ട് മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ മൂന്നാമത്തേതാണ് പാലായ് എന്ന് പറയുന്നത്, അഥവാ ഒരു വേസ്റ്റ് ലാൻഡ്, ഒരു ഡിസേർട്ടിനെ പോലെ, അഥവാ ലവേഴ്സിൻ്റെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജേണീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതുപോലെ നാലാമത്തേത് പറയുന്നത് മുല്ലായ് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ആണ്, അഥവാ ഒരു ഹാപ്പിനെസ് ആണ് അവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തേതാണ് മരുതൻ എന്ന് പറയുന്നത്, ദ ലോ ലാൻഡ്, അഥവാ ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്ലേസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ 5 പ്ലേസുകൾ 5 തരത്തിലുള്ള ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സംഘ ലിറ്ററേച്ചറിൻ്റെ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. നമുക്ക് അതിൻ്റെ സമ്മറിയിലോട്ട് പോവാം. അങ്ങനെ ഒന്നാമത്തെ ബുക്കായിട്ടുള്ള ബുക്ക് ഓഫ് ബുഖാറിൽ ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. നമ്മുടെ ചോള സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ വെച്ചിട്ട് നടന്ന സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്.
അതിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ നായകനായിട്ടുള്ള കോവളൻ്റെയും നായികയായിട്ടുള്ള കണ്ണകിയുടെയും മാരേജ്. ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ അവരുടെ മാരേജ് കഴിയാണ്. അങ്ങനെ അവർ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ഒരു അനദർ ക്യാരക്ടറായിട്ടുള്ള മാധവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു സീസണിൽ അവൾ നല്ലൊരു ഡാൻസറാണ്, അതുപോലെ ഒരു കോർട്ടിസൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. സോ അങ്ങനെ അവൾ ഡാൻസ് കളിച്ച് രാജാവിൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് ഗോൾഡ് സമ്മാനമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അവൾ തീരുമാനിച്ചു ഇത് വിൽക്കാമെന്ന്. ഇതാരാണോ വാങ്ങാൻ വരുന്നത് അവനെ കല്യാണം കഴിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ കോവലൻ അത് വാങ്ങുന്നതും. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. നമ്മുടെ കണ്ണകിയെ അവഗണിച്ച് സ്വന്തം ഭാര്യയായിട്ടുള്ള കണ്ണകിയുടെ വേദനയും വിഷമൊന്നും നോക്കാതെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാണ് നമ്മുടെ കോവലനായിട്ടുള്ള നായകൻ. സോ ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ കണ്ണകി ആകെ തകർന്നു പോകുന്നുണ്ട്. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കണ്ണകി കടന്നു പോകുന്നത്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അവർ ഈ ഇങ്ങനത്തെ ഒക്കെ ഒരു ബന്ധമാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണല്ലോ, കുറച്ച് കഴിയുമ്പം ഒരു മടുപ്പും ഒരു ചടപ്പും ഒക്കെ വരുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫിലും അങ്ങനെ വന്നു. തനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഇഷ്ടമല്ലാന്ന് നമ്മുടെ കോവളിനും, അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്ന് മാധവിക്കും ഒരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എന്നൊക്കെ പറയാം. അവർ തമ്മിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോവള അവരെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കണ്ണകിയെ എടുത്തിട്ട് തന്നെ അടുത്തോട്ട് തന്നെ വരികയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കോവളന് വരുമ്പം അത് സത്യമാണോ ഇതൊരു സ്വപ്നമാണോ എന്നറിയാതെ നമ്മുടെ കണ്ണകി ഭയങ്കര ഒരു ഭയങ്കര ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു ആനന്ദക്കണ്ണീർ എന്നൊക്കെ പറയില്ലേ, പക്ഷെ അങ്ങനെ മനോഹരമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ തെറ്റുകളൊക്കെ പുറത്ത് തൻ്റെ ഭാര്യ അവരെ വീണ്ടും സ്വീകരിക്കുകയാണ്. അങ്ങനെ അവർ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു പോവാണ്. ഈ കോവളൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ധനികനായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ തൻ്റെ മാധവിയോടൊപ്പം കൂടിയിട്ട് തൻ്റെ വെൽത്തുകളെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ടുള്ള ഒരു കോവളനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അഥവാ തൻ്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് വെറുതെ അനാവശ്യമായിട്ട് കളഞ്ഞപ്പം കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ കോവളിനുള്ളത്. തൻ്റെ ഒരു സത്യസന്ധയായിട്ടുള്ള തന്നോട് സ്നേഹമുള്ള ഒരു ഭാര്യ മാത്രമേ ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ജീവിക്കാം എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റോറി കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ മധുരൈ കാണ്ഡത്തിലുള്ള ആ ഒരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ മധുരയ്ക്ക് പോവുകയാണ്. നമ്മൾ പാണ്ഡ്യ ക്യാപിറ്റൽ ആയിട്ടുള്ള മധുരയ്ക്കാണ് അവർ പോകുന്നത്. അവിടെ എത്തിയിട്ട് അവളുടെ ഒരു ആംഗ്ലറ്റ് അഥവാ പാദസരം വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാം എന്നുള്ള രീതിയിലാണ് അവർ മധുരയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കോവളൻ ഒരു ജൈനിസ്റ്റ് ആയിട്ടുള്ള ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിൽ ഒരുപാട് സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അഥവാ ഈ ഒരു സംഭാഷണം സൂചിപ്പിക്കുന്നത് നമ്മുടെ കോവളൻ്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകളെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് വന്ന ഒരു വീണ്ടും വിചാരത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു തെറ്റും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ചെയ്തു പോയതിനൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഖേദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അവർ മധുരയിലെത്തി തൻ്റെ ഭാര്യയായ കണ്ണകിയുടെ ഒരു പാദസരം കൊണ്ട് അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടിയിട്ട് നഗരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഒരു പാദസരം ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ആ കടയുടെ ഉടമസ്ഥൻ നമ്മുടെ ആ ഒരു രാജ്യത്തെ നമ്മുടെ പാലസിലേക്കുള്ള സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അദ്ദേഹം അവിടുത്തെ രാജ്ഞിയുടെ പാദസരം കട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇത് ആരുടെയെങ്കിലും ഒരു പെരടിയിലിടാഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാവുമല്ലോ, അത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കോവലൻ കൊണ്ടുവന്ന പാദസരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നമ്മുടെ കോവലനാണ് നമ്മുടെ രാജ്ഞിയുടെ ആ ഒരു പാദസരം അടിച്ചു മാറ്റിയത് എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ കിങ്ങിനെ അറിയിച്ച് നമ്മുടെ കോവലനെ ശിക്ഷിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കാര്യം അറിഞ്ഞ് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ കോവലിന് വധശിക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ കോവലൻ മരിച്ചുപോയി. പിന്നീടാണ് നമ്മുടെ ഈ ഒരു കണ്ണകി ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുന്നത്. അത് അറിഞ്ഞിട്ട് അവള് ആ ഒരു കൊട്ടാരത്തിലേക്ക് ഒരു വരവ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു പോയട്രിയിൽ പറയുന്നുണ്ട് കേട്ടോ. അഥവാ ആ ഒരു കണ്ണകിയുടെ ഒരു യഥാർത്ഥ ഒരു രൂപം, അഥവാ ഒരു അധർമ്മം സംഭവിച്ചിട്ട് ആ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് അവൾ നടത്തുന്ന ഒരു പോരാട്ടം, തൻ്റെ ഭർത്താവിൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൾ നടത്തുന്ന ഒരു ശ്രമമായിട്ട് ഈ ഒരു അനീതിയായിട്ടുള്ള ഭരണം എന്തുകൊണ്ട് നീതിയായിട്ട് നടത്തിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭരണം നടത്തുന്നവരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആ ഒരു തിരിച്ചുവരവ്. അങ്ങനെ അവൾ കൊട്ടാരത്തിലേക്ക് എത്തി തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യിക്കുകയാണ്. നമ്മുടെ ക്വീൻ്റെ ആംഗ്ലറ്റിൽ ഉണ്ടായിരുന്നത് ഫുള്ള് പേൾസ് ആയിരുന്നു.
ബട്ട് നമ്മുടെ കണ്ണകിയുടെ ആംഗ്ലറ്റിൽ ഉണ്ടായിരുന്നത് ഫുള്ള് റൂബീസ് ആയിരുന്നു. അത് തൻ്റെ കണ്ണകിയുടെ ആ ഒരു പാദസരം വലിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മുത്തുകൾ ചിന്നി ചിതർന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രാജ്ഞിയുടെ പാദസരമല്ലെന്ന്. രാജാവിനും അതുപോലെ തന്നെ രാജ്ഞിക്കും മനസ്സിലായി. പക്ഷേ എന്ത് ചെയ്യാനാ, ആ നിരപരാധിയായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ തൂക്കിലേറ്റി കഴിഞ്ഞു. അപ്പം ഇവിടെ ചോദ്യം ചെയ്യുന്നത് അത് സത്യമാണോ മിഥ്യയാണോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു അനീതി നടപ്പിലാക്കാൻ ആർക്കാണ് അധികാരം എന്നുള്ള രീതിയിൽ നമ്മുടെ കണ്ണകി ചോദിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞതോടുകൂടെ തന്നെ നമ്മുടെ രാജാവ് സ്പോട്ടിൽ മരിച്ചു വീഴാണ്. അപ്പോൾ ഈ ഒരു സങ്കടം താങ്ങാൻ കഴിയാതെ അതിനുശേഷം നമ്മുടെ രാജ്ഞിയും മരിച്ചു വീഴാണ്. അങ്ങനെ അവർ രണ്ടുപേരും മരിച്ചു വീഴാണ്. അങ്ങനെ നമ്മുടെ കണ്ണകി ആ ഒരു മധുര നഗരത്തെ മുഴുവനും കേഴ്സ് ചെയ്യാണ്. അതുപോലെ തന്നെ ആ ഒരു നഗരം മുഴുവൻ കത്തിച്ചാമ്പലായി എന്നാ പറയുന്നത്. അവളുടെ ഒരു ബ്രീസ്റ്റ് മുറിച്ചു മാറ്റിയിട്ടാണ് അവള് ആ ഒരു പ്രതിഷേധം നടത്തുന്നത്. അങ്ങനെ അവളെ കാമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗോഡുകളും ഗോഡസുകളും അവളുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അതിനുശേഷം അവള് നമ്മുടെ ചേര കിണ്ടത്തിലേക്ക് പോവാണ്. അവിടെ റോൾ ചെയ്തിരുന്നത് നമ്മുടെ ചെങ്കുട്ടുവൻ എന്ന് പറയുന്ന ഒരു കിങ് ആണ്. നമ്മുടെ ഇലങ്കോ അടികളുടെ ബ്രദർ ആയിട്ടുള്ള ചെങ്കുട്ടുവൻ എന്ന് പറയുന്ന ഒരു കിങ് ആണ് അവിടെ റൂൾ ചെയ്തിരുന്നത്. സോ അങ്ങനെ അവിടെ ഈ ഒരു അവളുടെ ആ ഒരു രൂപവും ഭാവമൊക്കെ ഒരു ഗോഡസുമായിട്ട് എല്ലാവർക്കും കണക്റ്റ് ആയി. അങ്ങനെ അവസാനം അവളൊരു ഗോഡസ് ആയിട്ട് മാറി എന്നുള്ളതാണ് ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കണ്ണകിയെ ആരാധിച്ചുകൊണ്ട് വേർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെങ്കുട്ടുവൻ എന്ന് പറയുന്ന കിങ് നമ്മുടെ ഹിമാലയത്തിൽ നിന്നൊക്കെ അത്രയും വിലപിടിപ്പുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പട്ടിനി ദേവി എന്ന പേരിൽ ഇപ്പോഴും ആളുകൾ അവരെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഈ ഒരു സിലപ്പതികാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തമിഴ് എപ്പിക്കിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിന്റെ അവസാനമായിട്ട് നമ്മുടെ കോവളനും അതുപോലെ തന്നെ ഒരു ഡിവൈൻ പവറിലൂടെ നമ്മുടെ കണ്ണകിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കണ്ണകിയെ കുറിച്ചിട്ട് ചോദിക്കാം. മേ ബി ഒരു ക്യാരക്ടർ അനാലിസിസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫീമെയിൽ പ്രസൻസ് ചോദിക്കാം. നമ്മുടെ ഒരു കണ്ണകിയെ കുറിച്ചിട്ടൊക്കെ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഒരു സെൻട്രൽ റോളാണല്ലോ നമ്മുടെ കണ്ണകിക്കുള്ളത്. അഥവാ ഒരു ഐഡിയൽ വുമൺ ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ണകിയെ കാണാൻ പറ്റും. അതുപോലെ ഒരു പതിവ്രതയായിട്ടുള്ള ഒരു വൈഫായിട്ട് തൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരെ തിരിച്ച് സ്വീകരിക്കാനുള്ള അവളൊരു മനസ്സ്, ഒരു ശരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു വൈഫിൻ്റെ ഒരു അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു സഫറിങ്, അവൾ അനുഭവിച്ച സഫറിങ്, ബട്ട് അവസാനം അവളുടെ ധൈര്യം, അനീതിയെ തുറന്നു കാണിക്കാൻ അവൾ കാണിച്ച ധൈര്യം. നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ണകിയാണ് നമ്മുടെ ഒരു കണ്ണകി എന്ന കഥാപാത്രത്തെ പറയുമ്പോൾ തന്നെ അവൾക്കും പല ഭാവങ്ങളാണ്. അവസാനമായപ്പോഴേക്കും ഒരു ഡിവൈൻ പവറിലേക്ക് എത്തുമ്പോഴേക്കും അവൾ എന്താണ്, ആ ഒരു അനീതിക്കെതിരെ പോരാടാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവളെ ഒരു ഡിവൈൻ പവറിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ അവൾ ഒരു പാട്രിയാർക്കൽ അതോറിറ്റിയെ അവൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്ത് ഒരു കാര്യത്തിനും വേണ്ടിയിട്ടും നമ്മുടെ സത്യം അന്വേഷിക്കാതെയുള്ള ഒരു കിങ്ങിൻ്റെ ആ ഒരു അനീതിയായിട്ടുള്ള ആ ഒരു സംഭവം, അഥവാ നമ്മൾ കിങ്ങാണ് ധർമ്മം ചെയ്യേണ്ടത്, പക്ഷേ ആ അധർമ്മത്തിന് തന്നെ കാരണമാകുന്ന ഒരു കിങ്ങിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അന്നത്തെ കാലത്ത് നടക്കുന്ന ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളായിരിക്കാം മേ ബി ഉൾക്കൊണ്ടത്. അപ്പോൾ ആ ഒരു പാട്രിയാർക്കൽ ഒരു അതോറിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ലോയൽ വൈഫാണ് നമ്മുടെ. അതുപോലെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കണ്ണകി എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം എത്തുമ്പോഴേക്കും ആ ഒരു ആങ്കറും അതുപോലെ തന്നെ ആ ഒരു കറേജും അതുപോലെ തന്നെ ഒരു ആസ് എ സിമ്പിൾ ഓഫ് ഫെമിനിൻ പവർ, ആ ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കണ്ണകിയെ കുറിച്ചിട്ട് പറയാം. ആ ഒരു ജസ്റ്റിസിൻ്റെ ഒരു പ്രതിമുഖമായിട്ട് നമ്മുടെ കണ്ണകിയെ പറയാൻ പറ്റും. അങ്ങനെ ആ കണ്ണകിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മേ ബി ചോദിക്കാം ഒരു ക്യാരക്ടേഴ്സ് ഇൻ സിലപ്പതികാരം. അഥവാ ഇതിൽ നമ്മുടെ ലോർഡ് ഇന്ദ്രയെ കുറിച്ചിട്ടും ലോർഡ് ശിവയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രസൻസ് ഇതിലൂടെ പറയുന്നുണ്ട്. അത് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു സിലപ്പതികാരത്തിൻ്റെ തീംസ് ചോദിക്കാറുണ്ട്. ഇതിൽ പറയാലോ, നമുക്ക് കിങ്ഷിപ്പിനെ കുറിച്ചിട്ട് പറയാം, ആ കിങ്ഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചിട്ട് പറയാം, അതുപോലെ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ട് പറയാം, പിന്നെ നമ്മുടെ ഒരു മൊറാലിറ്റിയെ കുറിച്ചിട്ട് പറയാം, ഒരു പവർ ഓഫ് എ വിമൺ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റി, ആ ഒരു റിലീജിയൻ ആയിട്ടുള്ള അന്നത്തെ സംഭവങ്ങളെ കുറിച്ചിട്ട് പറയാൻ പറ്റും. അന്ന് നേരിട്ടിരുന്ന ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട്, നമ്മുടെ ഒരു ലവിനെ കുറിച്ചിട്ട്, അങ്ങനെ പറയാനാണെങ്കിൽ അങ്ങനത്തെ പല തീമുകളും നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ തന്നെ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു കാര്യങ്ങൾ സംഘ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് മസ്റ്റാണ് ചോദ്യം. സോ അത് ഒന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നീട് ഈ ഒരു കണ്ണകിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ തീമും കാര്യങ്ങളും, അതുപോലെ ആ ഡിവൈൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന്, ബട്ട് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്ക് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് അത്രയൊന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും മൂന്നാമത്തെയും നാലാമത്തെയും ഭാഗത്ത് നിന്ന് വരില്ല.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ക്ലിയർ ആക്കി തന്നെ പഠിക്കണം. കാരണം അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഇതിൽ നിന്ന് മേ ബി ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചാൻസ് ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അഥവാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടൈപ്പിലൊക്കെ ഒരു പ്രതീക്ഷിച്ചാൽ മതി ഇതിൽ നിന്നൊക്കെ. അതുപോലെ എന്തായാലും എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാവുന്നതാണ്. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.